സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. 58 സങ്കീർത്തനം. ദുഷ്ടന്മാരോട് പ്രതികാരം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു. ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റേതുപോലുള്ള വിഷമുണ്ട്. ചെവി അടഞ്ഞ അണലിയെപ്പോലെ ബധിരരാണ് അവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ല് തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ട്രങ്ങൾ പിഴുതെറിയണമേ. ഒഴുകി മറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെ ആകട്ടെ അവർ. അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപ്പിള്ള പോലെയാകട്ടെ. നിങ്ങളുടെ കാലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളി വിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാല് കഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. ദൈവജനമേ, സങ്കീർത്തനം 58 അധ്യായം അനീതിയുള്ള ഭരണാധികാരികളെയും വിചാരണാധികാരികളെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു ഇംപ്രിക്കറ്ററി ഗീതമാണ്. ധർമ്മം വിധിക്കുമോ നിങ്ങളെ എന്ന ചോദ്യം കൊണ്ട് ദാവീദ് മനുഷ്യ ന്യായ വ്യവസ്ഥയുടെ പൊള്ളത്തരത്തെ പൊളിച്ചു കാട്ടുന്നു. വിഷപ്പാമ്പ് പോലെ കള്ളത്തിലും ക്രൂരതയിലും ഉറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ ദാവീദ് ഇവിടെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. മനസ്സ് കടുപ്പപ്പെടുമ്പോൾ, മനസ്സ് കഠിനമാകുമ്പോൾ സത്യസംഗീതം കേൾക്കാത്ത കാതുകളാവുമെന്ന് ദാവീദ് സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രബലമായ ദൃശ്യങ്ങൾക്കിടയിലും ദാവീദിൻ്റെ ആന്തരസ്വരം, ഇന്നർ വോയിസ് നിശബ്ദമായി പ്രഖ്യാപിക്കുന്നത് ഇതാണ്: അന്തിമ ന്യായം ദൈവത്തിൻ്റേതാണ്. ന്യായം നടപ്പാക്കാൻ കർത്താവ് എഴുന്നേൽക്കും. ദാവീദ് സ്വകാര്യ പ്രതികാരത്തിൻ്റെ മനുഷ്യനല്ല, ദൈവന്യായത്തിനായി കത്തുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. തൻ്റെ വേദനയും കുപിതത്വവും മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ തുറന്നു പറയുന്ന പച്ചയായ ഒരു മനുഷ്യൻ. ഇതാണ് അവൻ്റെ പ്രാർത്ഥനയുടെ സത്യസന്ധത. ദാവീദ് അധികാരം ദുരുപയോഗം ചെയ്യുന്നവരെ കണ്ട് വേദനിക്കുന്നു. പക്ഷേ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്യാൻ കഴിയുന്ന അവസരത്തിൽ പോലും സാവുൾ രാജാവിനോടുള്ള ദാവീദിൻ്റെ സമീപനം ദൈവഹിതത്തെ കാത്തിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത അവിടെ നമ്മൾക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് പ്രകടമാകുന്നുണ്ട്. അവൻ്റെ മൂല്യം ധാർമ്മികത, ദൈവഭയം, വിശ്വാസം, ക്ഷമ ഇവയാണ്. നീതിമാനായ കർത്താവ് കാണും, ന്യായീകരിക്കും എന്ന ഉറച്ച പ്രത്യാശയാണ് ദാവീദിനെ നയിക്കുന്നത്. സഹോദരങ്ങളെ, ദാവീദിൻ്റെ പരിഭവം കാലികമായ നമ്മുടെ വേദനകളും പരിഭവങ്ങളും ആകുലതകളുമൊക്കെയല്ലേ? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവഹിതം നടപ്പിലാക്കുവാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ദൈവപ്രീതിക്ക് അനുയോജ്യമാക്കി നമുക്കും പുനർക്രമീകരിക്കാം. അനീതിയുള്ള തീരുമാനം, കള്ളത്തരങ്ങൾ, കലഹം, ട്രോളുകൾക്ക് ബലിയാടുകളായി തീർന്നു പോകുന്ന നിർദോഷർ, പണത്തിൻ്റെയും പേരിൻ്റെയും ദുർമോഹം, ഇതെല്ലാം നമ്മെ വളരെയധികം ക്ഷീണിപ്പിക്കുന്നു. ജോലിസ്ഥലത്തെ രാഷ്ട്രീയവും
സോഷ്യൽ മീഡിയയിലെ ശബ്ദാവലിയും ചെറിയ നേട്ടത്തിനായിട്ട് വലിയ ധർമ്മം വിട്ടുകൊടുക്കുന്ന സംസ്കാരവുമെല്ലാം നമ്മൾ കാണുമ്പോൾ ഹൃദയം കഠിനമായി പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സങ്കീർത്തനം 58 നമ്മോട് പറയുന്നത്, അനീതിയെ സാധാരണപ്പെടുത്തരുത്, അതിനെ നോർമലൈസ് ചെയ്ത് കാണരുത്, അതോട് ചേർന്ന് നിൽക്കരുത്, ദൈവത്തിനോട് സത്യം പറഞ്ഞ് നീതിക്കായി നിൽക്കണം എന്നാണ്. തെറ്റുകൾ പെരുകി അത് സാധാരണ ക്രമമായി വാഴുമ്പോൾ അത് ന്യായീകരണ വിധേയമാക്കാതെ ദൈവത്തിൻ്റെ നീതിയിൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ പോലും നാം തുടരുകയും ഉറച്ചു നിൽക്കുകയും വേണം. കാരണം അവസാനം നാം കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ മുൻപിൽ മാത്രമാണ് എന്നുള്ളത് മറക്കാതിരിക്കാം. പ്രകോപനത്തിൽ കുറ്റം ചെയ്യാതെയും പാപത്തിൽ കൂട്ടുനിൽക്കാതെയും ന്യായം സ്ഥാപിക്കുവാൻ യോഗ്യമായ മാർഗങ്ങളിൽ സത്യസാക്ഷ്യം, ഉത്തരവാദിത്വം, ഇടവക സമൂഹ സഹകരണം എന്നീ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. യേശു പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പീൻ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഇത് അനീതിയെ അനുസരിക്കാനല്ല, പ്രതികാര മനോഭാവം ദൈവത്തിന് വിടാനാണ്. പ്രതികാരം എൻ്റേതാണ് എന്ന് റോമ 12:19 നാം വായിക്കുന്നുണ്ട്. യേശു ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ നീതിക്കായുള്ള ഉഗ്രതയും പിലാത്തോസിൻ്റെ മുൻപിൽ മിണ്ടാതിരുന്ന ക്ഷമയും ഒരുമിച്ച് ബോധ്യപ്പെടുത്തുന്നു. വെളിപാട് 6 എത്ര കാലം എന്ന് ചോദിക്കുന്ന വിശ്വാസികളുടെ കരച്ചിലിന് ദൈവം തന്നെ ഉത്തരം പറയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സങ്കീർത്തനം 58 ദാവീദ് ആഗ്രഹിക്കുന്ന ദൈവന്യായം യേശുവിൻ്റെ ഉപദേശത്തിലും ജീവിതത്തിലും കൃപയും സത്യവും നിറഞ്ഞ രൂപം നമ്മൾക്ക് നൽകുന്നുണ്ട്. നമുക്കും സഹോദരങ്ങളെ നമ്മുടേതായ രീതികളെ ന്യായീകരിക്കാതെ ദൈവനീതിക്കായി സമചിത്തതയോടെ കാത്തിരിക്കാം. അതാണ് ശരിയായ തീരുമാനവും. ക്ഷമ, ദീർഘക്ഷമ, ഇത് കൈവരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. കാരണം ഇവ പരിശുദ്ധാത്മാ ദാനങ്ങളാണ്. അതിപ്പോൾ ഇല്ലെന്നുള്ള സ്വയ തിരിച്ചറിവാണ് തിരുത്താനുള്ള നല്ല മാർഗത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി. സഹോദരങ്ങളെ, 58-ാം സങ്കീർത്തനത്തിൽ നിന്ന് പഠിച്ച് കർത്താവിൻ്റെ 2ാം വരവിനായി തയ്യാറാകാം. നമുക്ക് ഇപ്പോൾ തന്നെ ഹൃദയം കഠിനമാകാതെ സൂക്ഷിക്കാം. പരുഷമായ വാക്കുകൾ കേൾക്കാത്ത ചെവികൾ ഒന്നും തന്നെ ഇല്ല. ആത്മാവിനോട് അനുസരണമുള്ള ചെവികൾ നമുക്ക് വളർത്തിയെടുക്കാം. ദിനംപ്രതി മാനസാന്തരവും സ്വയ പരിശോധനയും, എനിക്ക് ഏതേലും തരത്തിലുള്ള അനീതിയിൽ പങ്കുണ്ടോ എന്ന് നമുക്ക് സ്വയം വിശകലനം ചെയ്യാം. വീട്ടിലെയും സമൂഹത്തിലെയും ചെറുതോ വലുതോ ആയ അനീതിയെ സത്യസ്നേഹത്തോടെ തിരുത്താൻ നമുക്ക് ധൈര്യം കാണിക്കാം. പ്രാർത്ഥന, ഉപവാസം, കൂദാശകൾ, കരുണാപരമായ കൃത്യങ്ങൾ, ഇവയിലൂടെ നമ്മുടെ ഹൃദയം മൃദുവാക്കാം. കർത്താവിൻ്റെ 2ാം വരവിനായി ജാഗ്രതയോടെ നാം തയ്യാറെടുക്കുമ്പോൾ നീതിമാന് പ്രതിഫലമുണ്ടെന്ന് സങ്കീർത്തനം 58:11 പറയുന്നത് പോലെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കട്ടെ. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ. അവിടുന്ന് 2 കൈകളും തുറന്നു പിടിച്ചിരിക്കുന്നു. നമ്മെ ആശ്ലേഷിക്കുവിൻ. അനീതിയാൽ മങ്ങിപ്പോയ, അതേപോലെ തന്നെ തകർന്നടിഞ്ഞ ഈ ലോകത്ത് നമുക്ക് പ്രകാശമാകാം. കാരണം നമ്മുടെ മടങ്ങിപ്പോയ നന്മയെ തിരിച്ചു കൊണ്ടുവരാൻ, മങ്ങിപ്പോയ ലോകത്തിന് പ്രകാശമാകാൻ ലോകത്തിൻ്റെ വെളിച്ചം ആയ കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. ആ കർത്താവിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ആ വെളിച്ചം നമുക്ക് മാമോദിസയിലൂടെ നൽകപ്പെട്ടു. അതിന്നും നമ്മളിൽ കത്തി നിൽക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട, ന്യായം കർത്താവിൻ്റേതാണ്. നാം സത്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങളും പുതിയ പേജുകളും തുറക്കും. കണ്ണീർ വിതയ്ക്കുന്നവർ സന്തോഷഗാനത്തോടെ കൊയ്യുമെന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്നു നമ്മോട് ഓരോരുത്തരുമായി. ധൈര്യമായി നിൽക്കൂ. അനിയന്ത്രിത ശബ്ദകോലാഹങ്ങൾ ഈ കാലഘട്ടത്തിലും നീതി, കരുണ, വിനയം
എന്ന 3 പാതകളിൽ ചരിക്കാം നമുക്ക് സഹോദരങ്ങളെ. കർത്താവ് നമ്മുടെ കൈകൾക്ക് ബലം, ഹൃദയത്തിൻ്റെ സമാധാനം, നമ്മുടെ വഴിയിൽ പ്രകാശം, ഇവയെല്ലാം നൽകും. ചോദിക്കാത്തവയും കൂട്ടി നൽകും. ഭൂമിയിൽ ന്യായം നയിക്കുന്ന, ന്യായം വിധിക്കുന്ന ദൈവമുണ്ടെന്ന് ലോകം നമ്മളെ കണ്ട് തിരിച്ചറിയാൻ ഇടവരട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ. ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അവിടുത്തെ പുത്രൻ്റെ 2ാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.